അസംതൃപ്തരുടെ എണ്ണം കൂടുന്നു. വിമതർ മത്സരത്തിന്. കോട്ടകളിലെ വിള്ളൽ അടയ്ക്കണം. CPM-ൽ കനത്ത ജാഗ്രത. കോട്ടകളിൽ വിള്ളൽ വീഴുന്നുവെന്ന പ്രതീതിയുണ്ടാക്കി മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ തുടർ ചലനങ്ങൾ തടയാൻ CPM-ൽ കനത്ത ജാഗ്രത. കണ്ണൂരിൽ മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധി മറികടക്കാൻ നേതൃത്വം ജാഗരൂകമാണെങ്കിലും അസംതൃപ്തരുടെ എണ്ണം കൂടുകയാണെന്നാണ് സൂചനകൾ. വി. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ TK ഗോവിന്ദൻ നേതൃത്വത്തെ കടന്നാക്രമിച്ചത് CPM-നെ ഞെട്ടിച്ചിരുന്നു. ഇരുവരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും UDF പിന്തുണച്ചേക്കുമെന്നതും അതീവ ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത്. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് CPM-നുള്ളിൽ പ്രതിഷേധമുള്ളത്. TI മധുസൂദനനെ മത്സരിപ്പിക്കുന്നതിലാണ് പയ്യന്നൂരിലെ എതിർപ്പ്. മധുസൂദനനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധവുമായി മുൻ MLA-യും മുതിർന്ന നേതാവുമായ C. കൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. തിരുവനന്തപുരത്തെത്തി പയ്യന്നൂരിലെ പ്രശ്നങ്ങൾ വിശദമായി തന്നെ ധരിപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെന്നാണ് വിവരം. ഫണ്ട് തിരിമറി സംബന്ധിച്ച വിവരങ്ങൾ അണികളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നുൾപ്പെടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെന്നാണ് അറിയുന്നത്. പയ്യന്നൂരിൽ TI മധുസൂദനനെയും തളിപ്പറമ്പിൽ PK ശ്യാമളയെയും സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം TK ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഗോവിന്ദന്റെ വിമത നീക്കത്തിന് ചില നേതാക്കളുടെയും ആശീർവാദമുണ്ടെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിലും ചില നേതാക്കൾ ഇടപെട്ടു. ഗോവിന്ദന്റെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഇവരാരും പരസ്യമായി രംഗത്ത് വരാൻ സാധ്യതയില്ല. പ്രമുഖ നേതാക്കളെയെല്ലാം കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് TK ഗോവിന്ദൻ പരസ്യമായി പാർട്ടിക്കെതിരെ തിരിഞ്ഞതും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും. ഗോവിന്ദന്റെ സ്വദേശവും പാർട്ടി കോട്ടയുമായ മലപ്പട്ടത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ വരെ അണിനിരത്തിയാണ് CPM പ്രതിരോധിക്കുന്നത്. 25 വർഷത്തോളം ഏരിയ സെക്രട്ടറിയും ദീർഘകാലം തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനുമായിരുന്ന ഗോവിന്ദന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് തടയുകയാണ് CPM-ന് മുന്നിലെ വെല്ലുവിളി.